തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ കൃപയിലേക്ക് ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച്, ലോകത്തിലുള്ള ചിലതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ വിളിക്കുന്ന വിളിയാണ് ഉപവാസം. ലോകത്തിലുള്ള ചിലതിനെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന യാത്രകളെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന മേഖലകൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരുന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ആമേൻ അനുഭവമാണ് ഉപവാസം. പുറപ്പാട് പുസ്തകം 34 അധ്യായം 28, 29 വാക്യങ്ങൾ വായിക്കുന്ന സമയത്തിൽ അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. ഇവിടെ 40 ദിവസം അവൻ ഭക്ഷണം കഴിക്കാം. അവിടെ അവൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും. എടുത്തു പറയണം, ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത, രാത്രിയിലും പകലിലും അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. മോശയുടെ ഉപവാസമാണ്. മോശയുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 10 കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് നേടണം. താൻ എഴുതി ഉണ്ടാക്കുന്നതൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ദൈവസന്നിധിയിലിരിക്കണം, ദൈവശബ്ദം കേൾക്കണം. അപ്പോൾ നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ല, ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് പറയാം, ബൈബിളിൽ എവിടെയാണ് ഈ 10 കൽപ്പന എഴുതിയിട്ടുള്ളത്? മോശെ, നീ എന്തൊരുദ്ദേശത്തിലാണ് അവിടെ ചെന്ന് ഉപവാസം എടുത്ത് മാനിച്ചുകൊണ്ടെന്ന് നമുക്കതൊന്നും ചോദിക്കാനൊന്നും പറ്റത്തേയില്ല. ദൈവത്തിൽ നിന്ന് ചിലത് മേടിക്കണം, ദൈവത്തിൽ നിന്ന് ചില ആലോചനകൾ മേടിക്കണം, ദൈവത്തിൽ നിന്ന് ചില ദൂതുകൾ മേടിക്കണം, ദൈവത്തിൽ നിന്ന് ചില 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 ആമേൻ കൽപ്പനകൾ മേടിച്ചെടുക്കണം. അതിന് അദ്ദേഹം ചുമ്മാ ഓടി ചന്തയിൽ പോകുന്നത് പോലെ ഒരു ബിഗ് ഷോപ്പർ എടുത്തതിന് ശേഷം സ്വത്രം അതെ ഓടി 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 ചെന്ന് മീനും മേടിച്ചുകൊണ്ട് വന്നതൊന്നും അല്ല. പിന്നെ എന്ത് ചെയ്തു? ഭക്തിയോടെ 40 ദിവസക്കാലം ഭക്ഷണം മാറ്റിവെച്ച്, വെള്ളം മാറ്റിവെച്ച് കർത്തൃപാദങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ആമേൻ. ശാസ്ത്രം എന്താണ് പറയുന്നത്? ശാസ്ത്രം എന്താണ് പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കും, ഇല്ലേ? ഏതെങ്കിലും ശാസ്ത്രം പറയുന്നുണ്ടോ ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയും? ഗുളിയെങ്കിലും കൊടുത്തുവിടും, വൈറ്റമിൻ, അല്ലേ? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ശാസ്ത്രം പറയുന്നു കഴിക്കാതെ പറ്റത്തില്ല, കഴിച്ചേ പറ്റൂ, കഴിച്ചേ പറ്റൂ, കഴിച്ചേ പറ്റൂ. പക്ഷേ യേശു പറഞ്ഞു, മനുഷ്യൻ ഭക്ഷണം കൊണ്ട് മാത്രമല്ല, വേണ്ടാന്നല്ല പറഞ്ഞത്, ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ. 40 ദിവസക്കാലം മോശ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിച്ചു. ആകയാൽ ഉപവാസം, ആമേൻ, ദൈവത്തിൽ നിന്ന് ചില ആലോചനകൾ കിട്ടാൻ, ദൈവത്തിൽ നിന്ന് ചില മറുപടികൾ കിട്ടുവാൻ, ദൈവത്തിൽ നിന്നൊരു ദൂത് കിട്ടുവാൻ ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കരുത്. കർത്താവിൽ നിന്നൊരു മറുപടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന ഒന്നാണ്. ആമേൻ. ദൈവത്തിൽ നിന്നൊരു ആലോചന കിട്ടുക എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആലോചന ഒരിക്കലും ഒരു മനുഷ്യനെ ഉയരത്തിലേക്ക് എത്തില്ല. മനുഷ്യനിലും ആമേൻ ഒരിക്കലും അടങ്ങാത്ത ഒരു വിഷമുണ്ട്, അതിൻ്റെ പേരാണ് അസൂയ. ഏതെങ്കിലും ഒരു മനുഷ്യന് എവിടെയെങ്കിലും നല്ലത് പ്രാപിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിനകത്ത് കടന്നു വരുന്ന ഒരു അസൂയ. അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്കുകൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഉയരത്തിൽ കൊണ്ടുപോകത്തില്ല. മനുഷ്യൻ്റെ വാക്കുകൾ ഒരുവനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകത്തില്ല. അങ്ങനെ അവനെ ഏത് വിധേനയും അമർച്ച ചെയ്യുവാൻ, ഏത് വിധേനയും തകർക്കാൻ ശ്രമിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ഒരു മനുഷ്യനെ അവൻ്റെ സ്വപ്നങ്ങൾക്കപ്പുറമായിട്ട്, അവൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ട്, ആമേൻ, അവനെ വിശുദ്ധിയിലും വേർപാടിലും ഉന്നതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു വിഭാഗമായിരിക്കുന്നുവെങ്കിൽ മോശ കർത്താവിൻ്റെ വചനം കൊണ്ട് ജീവിച്ചു. 40 ദിവസക്കാലം അവൻ്റെ ഉപവാസത്തെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു. 2 സാമുവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 16, സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 16, 17 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ദാവീദിന്റെ ഉപവാസം, മോശയുടെ ഉപവാസത്തെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ താൻ മരുഭൂമിയിൽ അല്ലെങ്കിൽ സീനായി പർവ്വതത്തിലാണ് തൻ്റെ ഉപവാസം. പർവ്വതത്തിൽ. അപ്പോൾ വീട്ടിൽ മാത്രമല്ല ഉപവാസം നടക്കുന്നത്, കാട്ടിൽ മാത്രമല്ല ഉപവാസം, പള്ളിക്കകത്ത് മാത്രമല്ല ഉപവാസം, മലയുടെ മേളിൽ ഉപവാസം ഉണ്ടായിരുന്നു.
വിശദീകരിക്കുന്നില്ല, ഓടിച്ചു പോട്ടെ. അടുത്ത് ദാവീദിൻ്റെ ഉപവാസം, കൊട്ടാരത്തിൽ നടന്ന ഉപവാസം. ദാവീദിന് ദൈവം മനോഹരമായൊരു കൊട്ടാരം കൊടുത്തിരുന്നു. അവിടെ ദാവീദ് ഫാസ്റ്റിംഗ് എടുത്തു. ബൈബിൾ നോക്കുന്ന സമയത്തിൽ 16 മുതൽ ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. ശക്തനായിരിക്കുന്ന പ്രവാചകനാണ് ദാവീദ്, ശക്തനായിരിക്കുന്ന രാജാവാണ് ദാവീദ്, ശക്തനായിരിക്കുന്ന ഒരു അഭിഷിക്തനാണ് ദാവീദ്. തൻ്റെ കുഞ്ഞിന് രോഗം ബാധിച്ചു. ആക്ച്വലി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ നിങ്ങൾക്കറിയാം, രോഗമല്ല ബാധിച്ചത്, യഹോവ ബാധിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവഹിതമില്ലാത്തൊരു ബന്ധത്തില് ദാവീദിന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. ശമം യഹോവ ബാധിച്ചു. അത് രോഗമായിരുന്നു. ആ രോഗത്തിൻ്റെ പേര് യഹോവ ബാധിച്ചു എന്ന രോഗമായിരുന്നു. നിപ്പയല്ല, കൊറോണയല്ല, യഹോവ ബാധിച്ചു എന്ന രോഗം. ആ രോഗം ബാധിച്ചപ്പോൾ ദാവീദിന് വേറെ ഒരു വഴിയുമില്ല. ദാവീദ് ദൈവസന്നിധിയിൽ ഉപവസിച്ചു. 7 ദിവസത്തെ ഫാസ്റ്റിംഗ്. നിലത്തിരുന്നുകൊണ്ടാണ് ഉപവസിച്ചത്. രാജസിംഹാസനത്തിൽ ഇരുന്നില്ല, മണിയറയിൽ പോയില്ല, പട്ടുമെത്തയിൽ കിടന്നില്ല. അവൻ നിലത്ത് പായിട്ട് നിലത്ത് കിടന്നു 7 ദിവസക്കാലം. പക്ഷെ ആ ഫാസ്റ്റിങ്ങിന് ഫലം കിട്ടിയില്ല. ദൈവഹിതത്തെക്കുറിച്ച് ദാവീദിനൊന്ന് മനസ്സിലാക്കാനും ദൈവത്തോടൊന്ന് അടുക്കാനും ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഈ ഉപവാസം മുഖാന്തരമായി. കുഞ്ഞിന് രോഗം വന്നപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഉപവാസം പ്രഖ്യാപിച്ചുവെങ്കിലും ആ രോഗം കുഞ്ഞിന് മാറിയില്ല എങ്കിലും പക്ഷേ ദൈവത്തോട് ഒരുപടി കൂടി അടുക്കാൻ ഈ ഫാസ്റ്റിംഗ് മുഖാന്തരമാക്കി തീർന്നു. അപ്പോൾ രോഗം വരുന്ന സമയത്തിൽ ഉപവാസമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ചിലപ്പോൾ ചില രോഗശാന്തികൾ വന്നില്ല എങ്കിലും പിണങ്ങരുത്. അത് ദൈവത്തോട് നമുക്ക് അടുക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ആ ഉപവാസം മാറുന്നു. കൊട്ടാരത്തിൽ നടന്ന 7 ദിവസത്തെ ഉപവാസം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുന്ന സമയത്തിൽ ദാനിയേൽ 21 ദിവസം ഉപവസിക്കുകയാണ്. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ ഭോജനം ഭക്ഷിക്കുകയോ മാംസം വീഞ്ഞ് ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. 21 ദിവസം 21 3 ആഴ്ചവട്ടക്കാലം 3 ആഴ്ചവട്ടക്കാലം പുള്ളിക്കാരൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപവാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭോജനം മുഴുവനും താൻ മാറ്റിവെച്ചു. ദാനിയേൽ എന്ന് ഞാൻ 3 ആഴ്ചപ്പെട്ടകാലം ദുഃഖിച്ചുകൊണ്ട് 3 ആഴ്ചപ്പെട്ടകാലം മുഴുവനും കഴിയുള്ള സ്വാദുഭോജനം കഴിക്കാതെ മാംസം വീഞ്ഞ് ആസ്വദിക്കുകയോ ചെയ്തില്ല. ഒന്നും ആസ്വദിച്ചില്ല. വീഞ്ഞിൽ നിന്നൊരു ആസ്വാദമുണ്ട്, അത് ആസ്വദിച്ചില്ല. സ്വാദുഭോജനം കഴിച്ചിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. ദാനിയേലിന്റെ ഉപവാസം താൻ ആസ്വദിച്ചില്ല, ഒന്നും ആസ്വദിച്ചില്ല, സ്വാദുഭോജനം കഴിച്ചില്ല. കാരണം ഫാസ്റ്റിംഗ് പല മെത്തേഡുകളുണ്ട്. ഇവിടെ ദാനിയേലിന്റെ ഫാസ്റ്റിങ്ങുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാദുഭോജനം മുഴുവനും മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് എടുക്കാനുള്ള സാഹചര്യങ്ങളില്ല, ഉപവാസം എടുക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിളിലൊരു ഓപ്ഷനാണ് ഭോജനം നിങ്ങൾക്ക് മാറ്റിവെക്കാം, ഒന്നിനെ ആസ്വദിക്കുകയും ചെയ്യരുത്. ആസ്വദിക്കാതിരിക്കുക എന്ന് പറയുന്ന സമയത്തിൽ വേറൊരു വാക്യം കൂടെ നമ്മൾ വായിക്കുന്ന സമയത്തിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ, നിനവേക്കാരുടെ ഉപവാസത്തിനകത്ത് നിനവേക്കാർ രാജാവിൻ്റെ അടുക്കൽ എത്തിയാൽ സിംഹാസനം എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് 8 ബന്ധത്തിൽ വിതച്ചു. അവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ റെഫറൻസ് ഞാൻ പിന്നാലെ എടുക്കാം. ഒന്നും ആസ്വദിച്ചില്ല. അപ്പോൾ ഈ നമുക്ക് ഇഷ്ടമുള്ള ചിലതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ചിലത് ദൈവസന്നിധിയിൽ നമുക്ക് ഒഴിവാക്കാം. ദാനിയേലിന്റെ ഉപവാസ സമയത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം മാറ്റിവെച്ചു. ഒന്നും താൻ ആസ്വദിച്ചില്ല. ഇത് ആസ്വദിക്കേണ്ടുന്ന ദിവസമല്ല, ഇത് ആസ്വദിക്കേണ്ടുന്ന നാളുകളല്ല. ഞാൻ ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിന്റെ മേൽ എനിക്കൊരു മറുപടി വേണം. ആമേൻ. ഞാൻ എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്തൃസന്നിധിയിൽ നിരത്തിവെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ സ്വാദുഭോജനങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. ഞാൻ എൻ്റെ നന്മകളൊന്നും ആസ്വദിക്കത്തില്ല. അതൊന്നും താൻ ആസ്വദിക്കത്തില്ല എന്നുള്ളതിനെ കുറിച്ച് അതെ
എഴുതിയിരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നു. അടുത്ത ദാനിയേലിൻ്റെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തിൽ യേശു കർത്താവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വായിക്കപ്പെടുമ്പോഴും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോഴും യേശുവിൻ്റെ ഉപവാസമുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവർ 40 പകലും 40 രാവ് ഉപവസിച്ച ശേഷം വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുന്നു. അപ്പോൾ യേശു 40 ദിവസക്കാലം ഉപവസിച്ചു. ലൂക്കോസ് 4-ലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? സൈത്താൻ പരീക്ഷിക്കും ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത്. പിശാച് വന്നപ്പോൾ യേശു ഉപവാസം എടുത്തു. കർത്താവ് ഉപവാസിക്കാൻ തുടങ്ങിയപ്പോൾ പിശാച് വന്നു. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ സൈത്താൻ വരും, പിശാച് വരും, സൈത്താൻ വരും, പിശാച് വരും. ചിലർ ഉപവാസം എടുത്തിട്ടുള്ള അവർക്കെങ്കിലും അറിയാതിരിക്കുക. ഉപവാസം എടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യം ചിലർക്ക് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ നിങ്ങൾ ക്രൂരമുഷ്ടികൾ അടിക്കാനും വിവാദത്തിനും കലഹത്തിനും വേണ്ടിയിട്ട് ഉപവസിക്കുന്നു, അത് ദൈവത്തിന് ഇഷ്ടമല്ല, ഉപവാസമല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ചിലർ വലിയ കാമൻ കൊയറ്റായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളായിരിക്കും. ഒന്ന് ഫാസ്റ്റിംഗ് എടുക്കാം, പക്ഷെ ഉപവാസത്തിൻ്റെ തലേ ദിവസം ഇഞ്ചി തുടങ്ങും. ഉപവാസം തുടങ്ങുമ്പോൾ ഭയങ്കര ദേഷ്യം, പിന്നെ വാരിയിട്ടടി, പിന്നെ പൊട്ടിക്കല്, പിന്നെ തുമിപ്പ്, ചെനപ്പ്. എന്തെന്നറിയാം? ഉപവസിക്കുമ്പോൾ ഒരാൾ വരും. ആരാ? പരിശുദ്ധാത്മാവാണോ? അല്ല. പരിശുദ്ധാത്മാവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ വന്ന് തടസ്സപ്പെടുത്താൻ കാരണം ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചോ, സാത്താനെ ഒഴിപ്പിക്കണമെങ്കിൽ, പിശാചുക്കൾ ഈ ജാതി മുഴുവനും വിട്ടുമാറണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ് എന്ന് യേശു കർത്താവ് താൻ ശിഷ്യന്മാരെ രഹസ്യമായി പഠിപ്പിച്ചത് മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ ആരും ഉപവസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശൈത്താൻ കടന്നു വന്ന് അവരെ അലക്ഷ്യപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും. ഏലിയാവ് ഉപവസിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്തിൽ യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുള്ളല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടക്കുന്നു. ചരിത്രത്തിലേക്ക് നോക്കപ്പെടുമ്പോൾ അതിനെ ഫാസ്റ്റിംഗ് ആയിട്ട് പറയുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ, ഇച്ചിരി ദുഃഖം വന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെ കിടന്നു. പക്ഷേ ദൈവദൂതൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു, നടത്തി. അങ്ങനെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒത്തിരിയുണ്ട്. ഇനി കൂട്ടായിട്ടുള്ള ഉപവാസം എസ്തേറിന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒറ്റയ്ക്ക് ഓരോരുത്തരും ഉപവാസത്തെ ഡയറക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റെടുത്ത ഭാഗങ്ങളാണ്. ഇവിടെ അടുത്ത് കൂട്ടായിട്ടുള്ളൊരു ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് പോകുന്ന സമയത്ത് 4-ാം അധ്യായം 16 മുതലുള്ള ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നു. നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. എസ്തേറിൻ്റെ ഉപവാസം ഭയങ്കരമാണ്. സഹോദരിമാരാണ് ആക്ച്വലി ഉപവാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവൾ ഉപവാസം പ്രഖ്യാപിച്ചു. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അവൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്തായിരുന്നു? ഹാമാൻ എന്ന് പറഞ്ഞ ഒരു ശത്രു, മൊർദെഖായി എന്ന് പറഞ്ഞ ഭക്തൻ. എവിടെ ഒരു ഭക്തനുണ്ടോ അവിടെ ഒരു ശത്രുവും വരും. എവിടെ ഒരു സഭയുണ്ടോ അവിടെ പാതാള ഗോപുരങ്ങളും വരും, ഇല്ലേ? കർത്താവ് പഠിപ്പിച്ച് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന്. അപ്പോൾ പാതാള ഗോപുരങ്ങൾ എങ്ങനെയും സഭയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. എവിടെ ഒരു ഭക്തനുണ്ടോ ഭക്തനെ തകർക്കാൻ വേണ്ടിയിട്ട് പിശാച് ഇങ്ങനെ നോക്കിയിരിക്കും പോലെ മൊർദെഖായിയും എസ്തരും ഒക്കെ ദൈവഭക്തന്മാരാ, ദൈവത്തെ ആരാധിക്കുന്നവർ. അവരെതിരായിട്ടൊരു ഹാമാൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ്റെ കേസ്, പുള്ളി വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, പക്ഷേ ഭയങ്കര അസൂയ. കാരണം ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് യവന്മാർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാമല്ല, ഈ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാക്കന്മാരെന്ന് പറയും പോലെ അവരെ ചെന്ന് വണങ്ങി നമസ്കരിച്ച് വല്ലപ്പോഴൊക്കെ വിളിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ കൊടുത്ത്, പിന്നെ ആ കുടുംബ പ്രാർത്ഥനയിലൊക്കെ വിളിച്ചിരുത്തി, പാസ്റ്ററെ നിങ്ങൾ വലിയ സംഭവമാണ് കേട്ടോ, എനിക്കറിയാം, നിങ്ങളില്ലാതെ ഞാൻ പ്രാർത്ഥിക്കൂലേ, നിങ്ങളാണ് ഇവിടുത്തെ ഹീറോ എന്നൊക്കെ പറഞ്ഞ് ഹാമാനെ കൂടെ വല്ലപ്പോഴും ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിളിച്ചുകൊണ്ടിരുത്തിയിരുന്നെങ്കിൽ പിന്നെ ഹാമാൻ ഇങ്ങനെ കുഴപ്പമൊന്നും വരൂലെന്ന് കാര്യം പിടികിട്ടിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പുള്ളിക്കാരനെ ഇവൻ മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ ഈ മൊർദെഖായി പറഞ്ഞു, ഞാൻ ഈ ഹാമാനെ നോക്കണം, ഞാൻ എൻ്റെ ദൈവത്തിലല്ലേ ആശ്രയിക്കേണ്ടത്, ഞാൻ ഈ ഹാമാനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഹാമാനെ ഞാൻ വണങ്ങേണ്ട ആവശ്യമുണ്ടോ? ഹാമാനെ ഞാൻ മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് ഹാമാൻ പറഞ്ഞു, നിനക്കൊരു പണി ഞാൻ തരുവടാ, നീ എന്നെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോണല്ലേ, ഞാനതൊഴി പോയപ്പോൾ നീ എണീറ്റില്ലല്ലേ, ഞാൻ അതൊഴി പോയപ്പോൾ നീ എന്താ ഇത്തിരി ഒരു പ്രൈസലോടൊന്ന് പറയാത്തടാ, നിനക്ക് ഞാൻ പണി തരും, നീ എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിനക്കൊരു പണി തരാൻ പോവാണ്. രാജാവിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് യഹൂദന്മാരെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹാമാൻ പ്രത്യേകമായിട്ടുള്ള അവകാശവും അധികാരപത്രവും ഒക്കെ മേടിച്ച് കടന്നു വന്നപ്പോൾ ഇവർക്കൊരേ ഒരാശ്രയം, ഉപവാസം. എസ്തർ പറഞ്ഞു, എനിക്ക് വേണ്ടി എല്ലാവരും ഉപവസിക്കണം, രാജാവിൻ്റെ അടുക്കൽ നിയമപ്രകാരമല്ലെങ്കിലും പോകാം, ഒന്ന് ഞാൻ മരിച്ചു വീഴും, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ച് തിരിച്ചു വരും. അങ്ങനെ ഒരു ദേശം മുഴുവനും ഉപവാസമെടുത്തു. ഒരു ദേശം മുഴുവനും യഹൂദന്മാർ മുഴുവനും ഉപവാസമെടുത്തു. ഒരു ജാതി, ഒരു കമ്മ്യൂണിറ്റി മുഴുവനും രക്ഷപ്പെട്ടു. ഒരൊറ്റ ഉപവാസത്തിൽ ഒരു മാറ്റം. ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, ഒരു ദേശം രക്ഷപ്പെടണമെങ്കിൽ, ഒരു സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമായിരിക്കുന്നു എന്നുള്ളത്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഒരു രാജ്യം മുഴുവനും ഉപവാസത്താൽ രക്ഷപ്പെടാൻ പോവുകയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യപ്പെടുത്തി, വലിയവരും ചെറിയവരും ഒരുപോലെ രക്ഷെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയാറെ അവർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീരിൽ ഇരുന്നു. യോനാ പറഞ്ഞു, 40 ദിവസം വെച്ച് നിങ്ങൾ നശിക്കാൻ പോവാ. ഉടനടി അവരെല്ലാവരും, വലിയവരും ചെറിയവരും സകല പേരും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആ ദേശത്തിൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം മാറിപ്പോയി. നിന്റെ കുടുംബത്തെ നോക്കിയിട്ട് ഏതെങ്കിലും അനർത്ഥങ്ങൾ പ്രവചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും അനർത്ഥങ്ങളെക്കുറിച്ച് നീ ഭയപ്പെടുന്നോ? നീ ഏതെങ്കിലും അനർത്ഥങ്ങൾ സ്വപ്നം കണ്ടോ? ജയിക്കാൻ ഒരേ ഒരു മാർഗം ഉപവാസവും പ്രാർത്ഥനയും. അതിനെ മാറ്റിക്കളയാൻ കഴിയും. നിന്റെ തലയിലെഴുത്തെന്ന് പറയുന്ന, തലവിധി എന്ന് പറയുന്ന ചിലതിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയും. അവർ നശിക്കുമെന്ന് ഉറപ്പായി. പക്ഷേ അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചപ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം മാറ്റി. ഞാൻ അവസാനിപ്പിക്കുന്നു. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, എസ്രയുടെ പുസ്തകം 8:21. അനന്തരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. ഇസ്രായേൽ ജനങ്ങൾ ഒന്നടങ്കം ഉപവാസമെടുത്തു. ആ ഉപവാസത്തിൻ്റെ പിന്നിൽ ഇസ്രായേൽ രണ്ടാമത്തെ അവരുടെ യാത്ര, ഒന്നാമത്തെ യാത്ര കഴിഞ്ഞു, 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടം യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോഴാണ് എസ്രാ ശാസ്ത്രി വിളിച്ചു പറഞ്ഞത്, സ്വതം നിങ്ങൾ ഈ യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഫാസ്റ്റിംഗ് എടുക്കണം. ഇവിടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തപ്പോൾ അവർ ചെയ്ത ഒറ്റമൂലി ഉപവാസിച്ചു പ്രാർത്ഥിച്ചു. ആ യാത്ര അവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ സ്ഥലം കാണാൻ പോകുന്നവരല്ലല്ലോ, നമ്മൾ യാത്രയിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നവരാണല്ലോ, യാത്രയിലൂടെ നന്മ പ്രാപിക്കാൻ വേണ്ടി പോകുന്നവരാണല്ലോ. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ടായി. ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങളാണോ? നിങ്ങൾ ജോലി കിട്ടി ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നോ? യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടി അഹവ ആറ്റിൻ്റെ കരയിൽ വെച്ച് എസ്രാ ശാസ്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവർ ഫാസ്റ്റിംഗ് എടുത്ത് ആ യാത്ര അനുഗ്രഹമായെങ്കിൽ ചില യാത്രകൾക്ക് ഫാസ്റ്റിംഗ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുന്ന ആ സമയത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16 മുതൽ നോക്കുമ്പോൾ, ജനത്തെ കൂട്ടിവരുത്തവൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തവൻ, പൈതങ്ങളെ മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവൻ, മണവാളൻ മണവറയിൽ നിന്ന് മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ഫാസ്റ്റിങ്ങിനെ കുറിച്ച്, പള്ളി സഭയുടെ ഉപവാസത്തെക്കുറിച്ച്, പരിശുദ്ധ ഉപവാസത്തെക്കുറിച്ച്, സഭയിൽ നടക്കേണ്ടുന്ന ഉപവാസത്തെക്കുറിച്ച് യോവേലിലൂടെ ദൈവാത്മാവ് വിളിച്ചു പറയുന്ന ഭാഗമാണ്. ജനത്തെ കൂട്ടിവരുന്ന എല്ലാവരെയും നിർബന്ധിച്ച് കൂട്ടിക്കൊള്ളണം. 1. 2, സഭയെ ശുദ്ധീകരിക്കണം. സഭയെ മുഴുവനായിട്ട് അനുദപിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മൂപ്പന്മാരെ കൂട്ടിവരുന്ന ചില മൂപ്പന്മാർ ഈ ഉപവാസത്തിൽ വരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട്
അവർ വലിയ സെൻട്രൽ പാസ്റ്റർ, മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപവസിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ വിശ്വാസികളാണ് ഇനി ഉപവസിക്കേണ്ടത്. ഞങ്ങൾ പള്ളിയൊക്കെ നടത്തി, പ്രാർത്ഥനയൊക്കെ നടത്തി, നമ്മളങ്ങനെ ഇങ്ങനെ അങ്ങ് നടക്കും. അല്ല, ആമാരെല്ലാം വിളിക്കണമെന്നാണ് പറഞ്ഞത്. മൂപ്പന്മാരെല്ലാവരും വിളിച്ചു കൂട്ടണം. പള്ളിയിൽ ഉപവാസം നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാസ്റ്റേഴ്സും അവരൊക്കെ ഉപവസിക്കണം. അവരെല്ലാവരും വരണം. അവരകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ദൂരെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അടുത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിലും വടക്കേ ഇന്ത്യയിലുള്ളവരാണെങ്കിലും തെക്കേ ഇന്ത്യയിലുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും മൂപ്പന്മാരെ കൂട്ടി വരുത്തുവൻ. അതാണ് സഭയുടെ ഉപവാസത്തിൻ്റെ പ്രത്യേകത. പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും കൂട്ടി വരുത്തുന്നത്. അത് നിങ്ങൾ കേൾക്കണം. ഭയകർത്ത മക്കളെ, ഞാൻ പോയി ഉപവസിച്ചിട്ട് വരാം, മക്കൾ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അല്ലാന്ന് ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയല്ലേ, ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും നമുക്ക് ഉപയോഗം വരും. എല്ലാവരെയും ഉപവാസത്തിൽ പങ്കെടുക്കും. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഫാസ്റ്റിങ്ങിൽ പങ്കെടുപ്പിക്കണം. ബൈബിളാണ് പഠിപ്പിക്കുന്നത്. എന്താ പൈതങ്ങളെ, കുട്ടികളെയും ഉപവാസത്തിൽ പങ്കെടുക്കും. പകൽ സ്കൂളുണ്ടെങ്കിൽ വൈകിട്ടെങ്കിലും കൊണ്ടുവരണമെന്നാണ്. കുട്ടികളെയും പങ്കെടുപ്പിക്കണം. പേടിപ്പിക്കുന്നതൊന്നുമല്ല, വചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കട്ടെ. മുലകുടിക്കുന്നവരെയും പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവൻ. മണവാളനും മണവാട്ടി ഇവർക്ക് എല്ലാവരും ലൈസൻസ് അടിക്കും. പാസ്റ്റർമാരുൾപ്പെടെ ലൈസൻസ് അടിക്കും. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലേ കല്യാണം? കുഴപ്പമില്ല, നിങ്ങൾ പോയി വിളിക്കണം. വാടാ മണവറ വിട്ടിറങ്ങടാ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ യാത്ര പോയാൽ മതി, ഹണിമൂണിന് പോയാൽ മതി, വന്നിരിക്കടാ ഇവിടെ. മോളെ, നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നീ അങ്ങ് ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയി, തണുപ്പ് അവിടെ തന്നെ ഉണ്ട്, നീ ഇവിടെ വന്നിരി. മണവാളനെ മണവറയ്ക്കകത്ത് നിറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മണവാളനെയും മണവട്ടിയെയും എല്ലാറ്റിനെയും ഏതൊക്കെ ഏതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവരൊക്കെ ഉണ്ടോ എല്ലാത്തിനെയും ഫോൺ വിളിക്കണമെന്ന്. ഫോൺ വിളിച്ചിട്ട് എല്ലാത്തിനെയും കൊണ്ട് ഇരുത്തണം. അതാണ് സഭയുടെ ഉപവാസം. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ഷാജി ബ്രദറല്ല, ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വിവാഹത്തിൻ്റെ തിരക്കുകൾ ഉപവാസത്തിന് തടസ്സമാകരുത്. വിവാഹം നടത്താൻ പോകുന്ന മാതാപിതാക്കളെ, വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എല്ലാവർക്കും ഉപവാസം അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരനുഭവമായിരിക്കുന്നു. കുട്ടികളെ, മണവാളനെ, ശുശ്രൂഷകന്മാരെ, സകല പേരെയും ഉപവാസത്തിലേക്ക് വരണം. ഉപവാസം സമം കർത്താവ് നിങ്ങളെ വിളിക്കുന്ന വിളിയാണ്. തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ കൃപയിലേക്ക്, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച്, ലോകത്തിലുള്ള ചിലതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ വിളിക്കുന്ന വിളിയാണ് ഉപവാസം. ലോകത്തിലുള്ള ചിലതിനെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന യാത്രകളെ ഉപേക്ഷിച്ച്, നീ ഇഷ്ടപ്പെടുന്ന മേഖലകൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരുന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അനുഭവമാണ് ഉപവാസം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവരുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.